ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കുകയും നമ്മൾ ആണ്ടവർ നമുക്ക് ഇന്ന് നമുക്ക് വചനത്തിൽ നിന്നും അപേക്ഷിച്ച് നമുക്ക് പാക്കലാം. ഇന്ന് എപ്പിസോഡ് 181 C30 ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് കുലിസ്യക്ക് നിരുപമം 2:5 ഇതാണ് നമ്മൾ ഇന്ന് വാസിക്കാൻ പോകുന്നത്. അതിന് മുന്നാടി നമ്മൾ പിന്നാടി പോയിട്ട് നമുക്ക് തിരുമ്പി വരാം. നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് ആണ്ടവർ നമ്മൾ എന്നെ പേശുന്നത് അത് നമുക്ക് പാക്കലാം. അല്ലാതെ നമുക്ക് എൻ്റെ ബുദ്ധിയോ എൻ്റെ മഹാത്മ്യമോ ഒന്നുമല്ല. എൻ്റെ ആണ്ടവൻ്റെ ആത്മാവിനാൽ എന്നോട് പേശിയത് അത് നിങ്ങളോട് പേശിടാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ജപത്തോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് പാക്കലാം. നമുക്ക് ഇന്ന് 5 താൻ വാസിക്കേണ്ടത്, എന്നാൽ 3 തൊട്ട് നമുക്ക് തിരുമ്പി പോയിടാം. ഇൻ ഹൂം ആർ ഹിഡ് ഓൾ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അവനിൽ താൻ എല്ലാ ബുദ്ധിയും ജ്ഞാനത്തിൻ്റെ മഹാത്മ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹിഡ് അത് അവനിൽ ഇരിക്കുക. ആണ്ടവരായ യേശു ക്രിസ്തുവില്ലേ, നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവെ പഠിക്കുമ്പോൾ താൻ നമുക്ക് എന്നാ പറ്റും? നമുക്ക് അവനിൽ ഇരിക്കുന്ന ആ ട്രഷേഴ്സ് അല്ലെങ്കിൽ അവനിരിക്കുന്ന ആ ധനം അത് നമുക്ക് പൂർണ്ണമായി കിടക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ആണ്ടവരുടെ ആ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പക്കത്തിലേ പോകണം. അവൻ്റെ പക്കത്തിലേ പോയി കഴിഞ്ഞാൽ അവൻ നമുക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകും. അവൻ്റെ വചനം നമുക്ക് നൽകും. അവൻ്റെ വചനം നമുക്ക് നൽകുമ്പോൾ അവൻ്റെ വചനത്തിന് ചിത്തമായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്, ആൻഡ് ദിസ് ഐ സേ ലെസ്റ്റ് എനി മാൻ ഷുഡ് ബിഗിൽ യു വിത്ത് ഇൻറ്റൈസിങ് വേർഡ്. അപ്പടി വചനത്തിൽ നിങ്ങൾ സ്ഥിരത പാലിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ആ വചനത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ വചനത്തിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ആ വചനം നമ്മൾക്ക് തരുന്ന ആലോചന അത് നമ്മളെ എന്നാ പറ്റും? ആരും നമ്മളെ തപ്പ് ഉപദേശം ചൊല്ലിയാൽ അതിൽ നമ്മൾ പിടിപെടാതെ നമ്മൾ അതിൽ നിന്നും നമ്മൾ പുറത്തു വരും. അതായത് ഇന്ന് ലോകത്തിൽ നമ്മൾ പാക്കുമ്പോൾ പാക്കുന്നത് തപ്പായ ഉപദേശം നമ്മൾ കൊണ്ടുവരും. അല്ലെങ്കിൽ അവരവർക്ക് ആവശ്യമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ വേണ്ടി അവർ തപ്പായ ഉപദേശം കൊണ്ടുവരും. അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ கிடைക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സഭയിൽ സ്ഥാനമാനം വേണം, എൽഡേഴ്സ് മൂപ്പന്മാരാവണോ, അല്ലെങ്കിൽ അവർ പ്രവാചകന്മാരാവണോ, അല്ലെന്നുണ്ടെങ്കിൽ വചനം പറയണം, അല്ലെങ്കിൽ അവരുടെ വചനം താൻ നല്ലതെന്ന് നമുക്ക് തെളിയണം. അതിനൊക്കെ എന്നാ ചെയ്യും? പറ്റും? അവർ വചനത്തെ കൊണ്ടുവന്ന് പിശാച് ചെയ്ത മാതിരി നമ്മളെ തപ്പായ രീതിയിൽ നമ്മളെ കൊണ്ടുപോയിടും. അപ്പടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്നാ പറ്റും? നമ്മൾ തപ്പായ രീതിയിൽ പോകുമ്പോൾ എപ്പടി ഔവ പാവം ചെയ്താച്ചാ അതേമാതിരി നമ്മളും പാവം ചെയ്യും. ഔവ ചെയ്ത പാവം നമുക്ക് തിരിയുമല്ലോ. അത് നേരത്തെ ഞാൻ சொல்லியாச்சு. അന്നേരം പിശാച് അവളോട് ചോദിച്ചു, എന്നാ പേശിയിട്ട് എന്നാ ചൊല്ലിയാച്ച്? ആണ്ടവർ നിന്നോട് ഇതിൽ ഈ വൃക്ഷത്തിൽ നിന്നും ഏതെങ്കിലും ഫലം അല്ലെങ്കിൽ சாப்பிடாதுன்னு சொல்லியாச்சா എന്ന് ചൊല്ലിപ്പം പറഞ്ഞു. അവൾക്ക് ജ്ഞാനമില്ല എന്ന് നമുക്ക് എപ്പടി പിടിയെന്ന് ചൊല്ലിയാൽ അവൾ ചൊല്ലുകയാണ്, എന്നോട് ஆண்டவர் சொல்லியாச்சு, அது சாப்பிடாதது மட்டுമല്ല, എന്നാ പറ്റണം? അതിൽ നമ്മൾ തൊടാനും പറ്റില്ല. അതായത് ആ കായെ നമ്മൾ തൊടുവാൻ തന്നെ അത് പറ്റില്ല. അതെന്നാ പറ്റി? അത് നമ്മൾ പാക്കുന്നത് തപ്പായ ഉപദേശം അല്ലെങ്കിൽ തപ്പായ കമാൻഡ്മെൻറ്റ്. ആണ്ടവർ അപ്പടി തുടരുന്ന ഒരിക്കലുമേ ചൊല്ലിയില്ല. അത് കാരണം അവർ താൻ ഈ എല്ലാ മരങ്ങളും കാപ്പാക്കുന്ന അവർ താൻ. അവർ തുടരുന്ന ആണ്ടവർ എങ്ങുമേ ചൊല്ലിയില്ല. അപ്പടിയാണെന്നുണ്ടെങ്കിൽ അപ്പടി ചൊല്ലിയാണ്. അന്നേരം നമ്മൾ തപ്പായ അതേപോലെ വചനത്തിൽ നിന്ന് ചൊല്ലുമ്പോൾ ആണ്ടവർ ഇങ്ങനെ ചൊല്ലിയിരിക്കുക. അന്നേരം എന്നാ പിശാച് എന്നാ ചൊല്ലിയത്?
അത് ആണ്ടവർ നിന്നോട് എന്നെ പറ്റുക, അവൻ നിന്നോട് പിന്നെ നിന്നോട് പൊളി ചൊല്ലു, അല്ലെങ്കിൽ അവൻ നിന്നിടത്തെ ചിലത് അവൻ മറവായി വെക്കുവാൻ വേണ്ടി ആവശ്യിക്കുന്നു. കാരണം അവന് തിരിയും. നീ പഴം സാപ്പിടുമ്പോൾ എന്നാ പറ്റും? കണ്ണിന് പ്രകാശം വരും. കണ്ണിന് പ്രകാശം വരും എന്ന് മാത്രമല്ല, നീ എന്നെ ആരെപ്പോലെ ആയിടും? ആണ്ടവരെ പോലെ ആയിടും. അന്നേരം അത് മാത്രമാ നീ ബുദ്ധി ജ്ഞാനങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിവേകം, അവൻ്റെ ബുദ്ധിയും ജ്ഞാനം നിനക്ക് കിടക്കും. അന്നേരം നമുക്ക് തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ മനസ്സിലാക്കാം. അത് ശരിയാണെങ്കിലും നമ്മൾ ആണ്ടവരെ നമുക്ക് ഒരിക്കലും, ഞാൻ നിങ്ങളോട് പേശുന്ന മാതിരി ഒരിക്കലുമേ ഡൗട്ട് പണ്ണാൻ പാടില്ല, നമ്മൾ സംശയിക്കാൻ പാടില്ല. ആണ്ടവർ നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിന് തന്നിരിക്കുകയും എല്ലാം നമുക്ക് വേണ്ടി നല്ലതിന് വേണ്ടി തന്നിരിക്കും. ആണ്ടവർ ഒന്നുമേ ഈ ലോകത്തിൽ ഒന്നുമേ പണിയില്ല, അത് നമുക്ക് വേണ്ടി തപ്പായിരിക്കുന്നതാണ്. അത് നമ്മൾ ആദിയാഗമത്തിൽ നമ്മൾ വാസിക്കുന്നത് 1-ാം അധ്യായത്തിൽ എന്നാ വാസിക്കുന്നത്? അവൻ സകലവും സൃഷ്ടിച്ചു, എല്ലാമേ എന്നത് കണ്ടു, അത് നല്ലത് എന്ന് சொல்லி അന്നേരം ആണ്ടവർ എല്ലാം പണിയത് നല്ലത് താൻ. അന്നേരം ഒന്നുമേ തപ്പായിട്ട് ഒന്നുമേ പണിയില്ല. എങ്കിൽ ആണ്ടവർക്ക് ബുദ്ധിമോശം വന്നിട്ട് പണിയതല്ല, ആണ്ടവർക്ക് തിരിയും. അന്നേരം ആണ്ടവർ നമ്മളോട് കൽപ്പിച്ച കൽപ്പന നമ്മൾ പൂർണ്ണമായി നമ്മൾ കേൾക്കണം എന്ന് നമുക്ക് തിരിയും. അന്നേരം അത് എപ്പടി തിരിയും? നമുക്ക് വചനത്തിൻ്റെ ജ്ഞാനം വേണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് നിങ്ങളെ തെറ്റായി വഴി നടത്താൻ വേണ്ടി ആൾക്കാർ നിങ്ങളുടെ പക്കത്തിലുണ്ട്. ആ പിശാച് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടും. അന്നേരം അങ്ങനെ തിരിച്ച് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? നിനക്ക് വചനത്തിൻ്റെ ജ്ഞാനം വേണം. ആ വചനത്തിൻ്റെ ജ്ഞാനം എങ്ങനെ കിട്ടും? അതിനെ നിങ്ങൾ അവൻ്റെ ആ ജ്ഞാനത്തിൻ്റെ പെട്ടിയല്ലേ, ആ ബോക്സിലെല്ലാം നിറഞ്ഞു വെച്ചിരിക്കും. അത് തുറന്ന് നിങ്ങൾ എടുക്കണം. അതായത് വചനം നമ്മൾ വാസിച്ച് അല്ലെങ്കിൽ അത് പഠിച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പേശിയ പരിശുദ്ധാത്മാവ് சொல்லி ആണ്ടവരെ എനിക്ക് നിൻ്റെ വചനത്തെ എനിക്ക് തരിക. അപ്പടി നമുക്ക് വചനത്തെ തരുമ്പോൾ നമ്മളെ ആരുമേ തെറ്റിപ്പാൻ നമ്മളൊക്കെ വരാതെ നമുക്ക് നമ്മൾ തപ്പ് പണ്ണുവാന്നുണ്ടെങ്കിൽ, നമ്മൾ തപ്പിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേറെ ഒന്നുമേ അല്ല. കാരണം നമുക്ക് വചനത്തിന് ജ്ഞാനമില്ല. നമ്മൾ തപ്പ് പണ്ണുവാന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് നേരത്തെ ചൊല്ലിയാച്ച തപ്പ് പണ്ണുവാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറ്റം പറയുന്ന ആര് തപ്പ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറ്റിയെന്ന് നമ്മൾ ചൊല്ലുന്നത്? ആണ്ടവർ താൻ ഇതിനെല്ലാം കാരണമെന്ന് നമ്മൾ ചൊല്ലും. ഒരിക്കലും അത് തപ്പാണ്. അത് ഒരിക്കലും നമ്മൾ അപ്പടി പേശാൻ പാടില്ല. കാരണം ആണ്ടവർ ഒന്നുമേ നമ്മളോട് തപ്പ് ചൊല്ലാതെ അവൻ ചൊല്ലുന്ന കാര്യങ്ങൾ അത് നമ്മൾ വാസിക്കുന്ന സുവിശേഷത്തിൽ വാസിക്കുന്ന എന്നാ ചൊല്ലുന്നത്? നമ്മൾ അവൻ അതായത് നീ എസ് എന്ന് ചൊല്ലിയാൽ അത് എസ് താൻ, നോ എന്ന് ചൊല്ലിയാൽ നോ. നീ ആണ്ടവർ അപ്പടിത്താൻ. അതേപോലെ നിങ്ങൾ, അതായത് നമുക്ക് വചനത്തിൽ നിന്നും നമുക്ക് ജ്ഞാനം നമുക്ക് വേണം. 5-ാം വാക്യത്തിൽ നമുക്ക് പോവാം. 5-ാം വാക്യത്തിൽ ഇനി അവൻ ചൊല്ലുക. ശരി, ഞാൻ നിങ്ങളോട് കാര്യം ചൊല്ലട്ടെ. ലൗദേശ വിശ്വാസികളെ അല്ലെങ്കിൽ കൊലുസ്യ വിശ്വാസികളെ നിങ്ങളോടൊരു കാര്യം ഞാൻ ചൊല്ലുക. ഞാൻ നിങ്ങളുടെ പക്കത്തിലില്ല, ഞാൻ ദൂരെ ഇരിക്കെ. ഞാനിപ്പം എங்கே ഇരിക്കെ? ഞാൻ ജയിലിൽ ഇരിക്കെ. ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കെ. ഞാൻ നിങ്ങൾ ദൂരെ ഇരിക്കെ. എന്നാൽ എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എங்கே ഇരിക്കെ? നിങ്ങളുടെ പക്കത്തിലേക്ക്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുമ്പോൾ എന്നെ പറ്റും? എൻ്റെ ഹൃദയം സന്തോഷിക്കും. അതാണിങ്ങനെ
ഫോർ ദോ ഐ ബി അബ്സെൻറ്റ് ഇൻ ദ ഫ്ലഷ്, ശരീരമായിട്ട് നിങ്ങളുടെ പക്കത്തിലല്ല, ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരതാൻ, ഞാൻ ദൂരസ്ഥനായിരിക്കെ. അതുകൊണ്ട് പ്രശ്നമേ കിടക്കാതെ. എന്തുകൊണ്ട് പ്രശ്നം കിടക്കാതെ? എൻ്റെ നമ്മൾ വായിക്കുന്നത് ഐ ആം വിത്ത് യു ഇൻ സ്പിരിറ്റ്, അത് ആത്മാവിൽ ഞങ്ങളുടെ പക്കത്തിലാണ്. അതായത് നമ്മുടെ വിശ്വാസികൾ, അതായത് നമ്മുടെ സഹോദരന്മാരുടെ നമ്മൾ എപ്പോഴായിരിക്കണം, നമ്മൾ ദൂരസ്ഥരായിരുന്നാലും നമ്മുടെ ശരീരം ദൂരമായിരുന്നാലും നമ്മൾ ആത്മാവിൽ, അത് എപ്പോഴും നമുക്ക് ആണ്ടവർ നമ്മളിരിക്കുമ്പോൾ നമുക്കും അത് സാധിക്കും. കാരണം ആണ്ടവരുടെ ആത്മാവ് തായിരിക്കും. ആണ്ടവർ എங்கே വാസം പണ്ണാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ പഠിക്കുമ്പോൾ എന്നാ നമുക്ക് മനസ്സിലാകുന്നത്? ആണ്ടവർ നമ്മുടെ ഉള്ളത്തിലെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ആണ്ടവർക്ക് സ്വർഗത്തിൽ വേണമെങ്കിൽ വാനത്തിൽ പോയി ഇരുന്ന് വാസിക്കാൻ പറ്റും, അവർക്ക് അങ്ങേന്നും പാക്കാൻ പറ്റും. എന്നാൽ വചനം എന്നാ ചൊല്ലുന്നത്? നീ ആണ്ടവരെ നീ വിശ്വസിച്ചപ്പോൾ, നീ അവനെ നമ്പിയപ്പോൾ ആണ്ടവർ നിൻ്റെ ഉള്ളത്തിൽ വന്നാച്ച്. അവൻ നിൻ്റെ ഉള്ളത്തിൽ വന്ന് മറ്റുമല്ല, ഇപ്പോൾ നിന്നോട് കൂടിയിരിക്കും. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ പാത്തുകൊണ്ടേയിരിക്കും. നീ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നീ വിസാരിക്കുന്ന എല്ലാ കാര്യവും അവന് പിടിയും. അവനിൽ നിന്ന് ഒന്നുമേ മറവല്ല. അന്നേരം നമുക്ക് ആത്മാവ് നമ്മൾ ഈ ആത്മാവ് എന്നെ പണുവാം, നമ്മളെ ആ തകപ്പനായ ആണ്ടവരോടും, അതായത് മകനായ ആണ്ടവരായ യേശുക്രിസ്തുവിനോടും നമ്മളെ പക്കത്തിലാക്കിയാച്ച്. അതേ രീതിയിൽ താൻ നമ്മൾ വിശ്വാസികൾ എന്നാ പറ്റും? നമ്മൾ ദൂരസ്ഥരായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ദൂരെയായിരുന്നാലും നമ്മൾ ആത്മാവിൽ പക്കത്തിലായിരിക്കും. എന്നാലും ഇங்கே சொல்லுது yet I am with you in the spirit, ഞാൻ ആത്മാവിൽ നിങ്ങളുടെ പക്കത്തിലായിരിക്കും. എന്നിട്ട് പിന്നെ അവൻ എന്നാ சொல்லுது നമുക്ക് பார்க்கலாம். ജോയിങ് ആൻഡ് ബിഹോൾഡിങ് യുവർ ഓർഡർ. ഇവിടെ சொல்லுது നിങ്ങൾ ചെയ്യുന്ന വേല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നീ പണ്ണുന്നത് അത് ഞാൻ നിങ്ങളെപ്പറ്റി കേൾക്കും. അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ നിങ്ങൾ ആണ്ടവർക്ക് നിങ്ങൾ വേല ചെയ്യുമ്പോൾ അത് എല്ലാമേ ചന്തവും ഉചിതമായിട്ട് പണ്ണും. അതായത് അവൻ പറഞ്ഞ പടി അല്ലെങ്കിൽ അവൻ ചെയ്ത പടി അതേപോലെ എല്ലാമേ ചെയ്യണം. നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ பார்க்குമ്പോൾ നമ്മൾ എന്നാ പറ്റുന്നത്? അവൻ ഈ ലോകത്തിൽ വന്നു. അത് ഓർഡർ, അവൻ ഈ ലോകത്തിൽ വന്നു. അത് എപ്പടി വന്നു? താപ്പനായ ആണ്ടവർ അവനോട് ചൊല്ലി അവൻ ലോകത്തിൽ വന്നു. അവൻ ലോകത്തിൽ മനുഷ്യൻ്റെ കൂടെ വാസം പണി അവരോട് വചനങ്ങൾ പേശി അവർക്ക് തേവയായതെല്ലാമേ കൊടുത്ത് അവരെ നേസിച്ച്, എന്നിട്ട് അത് മറ്റുമല്ല അതിലും പെരിയ നേസം എന്ന കൊടുത്ത് അവൻ തന്നെത്താനെ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് നേസം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തന്നെത്താൻ നമുക്ക് അവൻ ക്രൂശിൽ മരിച്ച് നമുക്ക് അല്ലെങ്കിൽ അവൻ ക്രൂശിൽ ഇറന്ന് നമുക്ക് എന്നാ പറ്റി? അവൻ്റെ ജീവനെ നമുക്ക് തന്നു. നമുക്ക് അവൻ മരിച്ചത് മുഖാന്തരം നമുക്ക് ജീവനെ തന്നു. അതുമാത്രമല്ല അവൻ്റെ ശരീരം അടിക്കപ്പെട്ടു, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊല്ലും. അതെല്ലാം എന്തിനു വേണ്ടിത്താൻ? നമ്മൾ അവൻ്റെ പക്കം വരണം. ഇங்கே യുവർ ഓർഡർ ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സ്ഥിരതയില്ലേ ആരിലാണ്? ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ആണ്ടവരായ യേശുക്രിസ്തുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ കേട്ടിട്ട് എൻ്റെ മനം രമ്പ കുളിരായച്ച്, രമ്പ സന്തോഷം വന്നാച്ച്. അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, നിങ്ങളെപ്പറ്റി വാർത്ത ഞാൻ എപ്പോഴും കേൾക്കുന്നത്, കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തണുപ്പിക്കും. കാരണം നിങ്ങൾ ആണ്ടവർക്ക് ചിത്തം അനുസരിച്ച് ഞങ്ങൾ പണ്ണുന്നത്. ഇങ്ങനെ നമ്മൾ ആണ്ടവർക്ക് ചിത്തമായി ചെയ്യുമ്പോൾ ആണ്ടവർക്ക് സന്തോഷം ഇരിക്കേ, അത് മാത്രമല്ല നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കും സന്തോഷം கிடைக்கும். ടൈം എൻ്റെ മുടിഞ്ഞാച്ച് ഞാൻ സ്റ്റോപ്പ് பண்ணுവാണ്. ആണ്ടവർ നമ്മളെ രക്ഷിക്കട്ടെ, ആണ്ടവർ നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വചനത്തിൽ നമ്മൾ കേട്ടാച്ച് അവനിൽ നമ്മൾ ബലം വരുവാൻ, അവനിൽ ശക്തി വരുവാൻ തക്കോണം നമ്മൾ ഇടയാക്കട്ടെ. ആമേൻ.